ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരു സ്ഥലം വേണം തന്നെയാണ് ആവശ്യം. തൽക്കാലം ക്യാമ്പിലേക്ക് മാറിയിട്ട് എന്താ 1-2 ദിവസം എല്ലാവരും വന്ന് ഞങ്ങളൊന്ന് ആശ്രയിക്കൂ, എന്തെങ്കിലും ഒരു നക്കാപ്പിച്ച 10-2000 പിന്നെ നക്കാപ്പിച്ച പൈസയും തന്നിട്ട് നമ്മളെ പറഞ്ഞു വിടൂ. നിങ്ങൾ അവിടെ താമസിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തും പിടിക്കും എന്ന് പറയും. വീണ്ടും അവർ സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തുന്നത് ഇത് തന്നെയായിരിക്കും. ഇത് ഞങ്ങളെ അങ്ങോട്ട് മാറ്റി കഴിയുമ്പോൾ ഇതിൽ കുറേ മണ്ണും ചെളിയും എല്ലാം കൊണ്ടിട്ട് ഇത് നികത്തി ലെവലാക്കി നിങ്ങൾക്ക് സുരക്ഷിതമെന്ന് പറയും. അതുകൊണ്ട് ഞങ്ങൾ ക്യാമ്പിലേക്ക് മാറാനേ തീരുമാനിച്ചിട്ടില്ല. 2012 പ്രളയം കഴിഞ്ഞിട്ട് തന്നെ 8 വർഷമായിട്ട് നമ്മളെല്ലാവരും വാടക വീട്ടിലായിരുന്നു. വാടക വീട്ടിൽ നിന്ന് അത്രയും അടുത്ത് നമ്മൾ പഞ്ചായത്തുകാരെ എന്നും ചെന്ന് നമ്മൾ ചോദിക്കും, നമ്മുടെ ആയോ എന്ന് ചോദിച്ച് ലാസ്റ്റാണ് നമുക്ക് 2023 ഈ വീട് കിട്ടുന്നത് തന്നെ. ഈ പേരും പറഞ്ഞ് നാട്ടുകാരോടൊക്കെ പീരിപ്പിക്കും. എന്നിട്ട് നമുക്കൊരു നക്കാപ്പിച്ച പൈസയും തരൂ, ചിലപ്പോൾ ഒരു 5 കിലോന് റേഷനും മേടിച്ച് തരും. അതും തന്നിട്ട് പറയൂ അവിടെയൊക്കെ സുരക്ഷിതമാണ് കേട്ടോ, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോന്ന്. ആ സുരക്ഷിതം ഞങ്ങൾക്ക് ഇനി വേണ്ടാന്നാ പറയുന്നത്. അന്ന് ഈ പ്രളയത്തില് ഭൂമി നഷ്ടപ്പെട്ട സമയത്ത് നിങ്ങൾ വാടക വീട്ടിൽ മാറി എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ വാടക കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ആദ്യത്തെ 1 മാസം പഞ്ചായത്ത് തന്നു, കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ അവർ മേടിച്ച് തന്നു. പിന്നീട് നമ്മൾ എങ്ങനെയാണോ നോർമലി വാടകയ്ക്ക് നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതേ രീതിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. 2018 ഉരുൾപൊട്ടലിൽ പായം പഞ്ചായത്തിൽ താമസിച്ച 15 കുടുംബങ്ങൾക്കാണ് അന്ന് വീടുകൾ നഷ്ടപ്പെട്ടത്. അവർക്കാണ് കിളിയന്തറയിൽ ഈ കുന്നിൻ പ്രദേശം അനുവദിച്ചത്. സർക്കാർ അനുവദിച്ച ഭൂമിയിൽ ഒരു സ്വകാര്യ കമ്പനി CSR ഫണ്ട് ഉപയോഗിച്ചാണ് വീട് അനുവദിച്ചത്. 15ഓളം കുടുംബങ്ങൾക്കാണ് വീട് അനുവദിച്ചതെങ്കിലും 13 കുടുംബങ്ങളാണ് ഇവിടെ താമസം. 2018 ദുരന്തം നടന്നു. പിന്നീട് 2023 ഇവർക്ക് വീട് അനുവദിച്ചത്. ഇപ്പോൾ കാണാം 3 വർഷം കൊണ്ട് തന്നെ ഇവിടെ സ്ഥലം കുന്ന് ഇടിഞ്ഞ ഒരു അവസ്ഥയിലാണുള്ളത്. മണ്ണിടിച്ചൽ ഭീഷണി ഇവർ നേരിടുന്നുണ്ട്. വീട്ടിൻ്റെ മുറ്റമൊക്കെ കാണാം വിള്ളൽ വീണ നിലയിലാണ്. ഇത് ഈ വിള്ളൽ കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ താമസിക്കുന്ന ആളുകൾ പറയുന്നത്. വലിയൊരു കുന്നിൻ പ്രദേശമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇതുപോലെ നിരപ്പായി ഒരു കുന്നാണ്, വലിയൊരു കയറ്റമാണ്. അത് ഇടിച്ചാണ് ഒരു തട്ട് പ്രദേശമായി 15ഓളം വീടുകൾ നിർമ്മിച്ചത്. വീടിന് നിലവിലിപ്പോൾ കേടുപാടുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ വീടിരിക്കുന്ന സ്ഥലം അവിടെ മതിലിടിഞ്ഞിട്ടുണ്ട്. ചിലയിടങ്ങളിൽ മുറ്റമൊക്കെ പിളർന്ന നിലയിലാണ്. മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. മതിലുകൾ തകർന്നിട്ടുണ്ട്. തകർച്ചാ ഭീഷണിയിലാണ്. അത് തട്ടുപ്രദേശമായതുകൊണ്ട് തന്നെ മേളിൽ എവിടെയെങ്കിലും ഒരു മണ്ണിടിപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എല്ലാ വീടുകളെയും ബാധിക്കും. ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ചില ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പോൾ താമസം തുടങ്ങിയിട്ട് 3 വർഷം ആവുന്നേ ഉള്ളൂ അല്ലേ? 2 വർഷം താമസം തുടങ്ങിയിട്ട് ഇവിടെ 2 വർഷം തികയുമ്പോഴേക്ക് ഈ അപകടം സംഭവിച്ചു. ഇനി മുന്നോട്ട് ഇതിലും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുക എന്നല്ലാതെ ഇത് നിലനിൽപ്പില്ല. പിന്നെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ വരുന്നവരൊക്കെ ഞങ്ങളോട് പറയുന്ന അവസ്ഥ ഇതാണ്, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ സുരക്ഷിതമാണ് എന്നാണ് ഇവർ പറയുന്നത്. എന്ത് സുരക്ഷിതമാണെന്നാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഇവർ ഒന്നിക്ക് ഞങ്ങളെ ഉറച്ചൊരു തീരുമാനത്തിലേക്ക് ഇവർ മാറ്റുക, അല്ലെങ്കിൽ ഞങ്ങളെ സ്വയം തീരുമാനത്തിൽ ഞങ്ങൾ മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ കൂടുതലായിട്ട്. ഒരു ദിവസം ചെല്ലുന്നിടത്തോളം ഈ മണ്ണ് അമർന്ന് ഇടിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ഇത് മണ്ണിന് വേറെ ഒരു മാറ്റങ്ങളും ഇല്ല. അപ്പോൾ ഈ കെട്ട് തന്നെ നോക്കും, ഇന്നലത്തേലും കൂടുതലും താന്നിട്ടാണുള്ളത്. അപ്പോൾ അതുപോലത്തെ അവസ്ഥ വരുമ്പോൾ ഞങ്ങൾ എന്ത് വിശ്വസിച്ചാൽ ഈ 12 കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നത്? ഇവിടുന്ന് മാറാൻ വേണ്ടി ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ആരും മാറാൻ ആവശ്യപ്പെടില്ല. അവർ ചോദിച്ചത് താൽക്കാലിക 2 ദിവസങ്ങൾ ക്യാമ്പിൽ പോയി നിൽക്കുമെന്ന്. ഈ 2 ദിവസം കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെയല്ലേ വരേണ്ടത്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം. അതുകൊണ്ട് ഞങ്ങൾക്കുള്ള ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. മഴ കഴിഞ്ഞാലും ഇവിടെ താമസിക്കാന്നുള്ളത് അത്ര സുരക്ഷിതമല്ല. സുരക്ഷിതമല്ല. കാരണം ഇങ്ങനെ മഴ നിന്ന് പെയ്യുക. ഇനിയിപ്പോൾ മഴ അങ്ങോട്ട് പെയ്യാനാണുള്ളത്. കാരണം വെച്ചാൽ ഇതിപ്പോൾ ചെറിയ രീതിയിൽ പെയ്തിട്ടേ ഉള്ളൂ. ഇനി ചിങ്ങം അങ്ങോട്ട് പെയ്യാൻ കിടക്കുവാണ്. അപ്പം തുലാമഴയൊക്കെ പെയ്യാൻ കിടക്കും. അപ്പം നമ്മുടെ സ്ഥിതി എന്താവും ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലൊരു പേടിയാണ് സത്യം പറഞ്ഞാൽ. ഇതിപ്പം ഇന്നലെ വരെ കുറച്ചുണ്ടായിരുന്നത് ഇപ്പം ഒരു 3/4 ഭാഗത്തോളം തള്ളി. ഇനി ഒരു 1/4 ഭാഗം കൂടി അങ്ങോട്ട് ഇതാകാനുള്ളൂ. അതെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്ഥിതി ഇങ്ങോട്ട് ഇപ്പോൾ തള്ളിയിട്ടാണ് ഉള്ളത്. വെള്ളം ഇറങ്ങുന്നതിനനുസരിച്ച് അങ്ങോട്ട് പ്രഷർ ഉണ്ടാവുക ചെയ്യുക. ഇപ്പോൾ 2018 നിങ്ങളുടെ വീടൊക്കെ നഷ്ടപ്പെട്ടത്. അതിനുശേഷം വലിയ ഒരു കാലയളവിന് ശേഷമാണ് 2023 നിങ്ങൾക്ക് ഈ വീടുകൾ അനുവദിക്കുന്നത്. നമ്മളിവിടെ താമസം വന്നിട്ട് വരും 2 വർഷം ആവുന്നതേ ഉള്ളൂ. 2 വർഷം ആകുമ്പം തന്നെ ഇതിപ്പോൾ 2ാമത്തെ മഴക്കാലമാണ്. ഈ 2ാമത്തെ മഴക്കാലം. ഇപ്പോൾ 2ാമത്തെ മഴയ്ക്ക് തന്നെ ഇങ്ങനെയാണ് സ്ഥിതി. ഞങ്ങൾ എങ്ങോട്ട് പോകും? എന്താണ് ഇവിടുത്തെ സ്ഥിതി? അവസ്ഥ തന്നെ ഇതാണ്. 75 വർഷത്തെ വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. 75 വർഷം വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവർ നമുക്ക് ഈ വീട് തരുന്നത്. നിങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തത്ര നല്ല രീതിയിലാണ് പെർഫെക്റ്റ് ആക്കിയിട്ടാണ് ഈ വീട് തരുന്നതെന്ന് പറഞ്ഞു. അത് അവർ പറഞ്ഞു ശരി. പക്ഷേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇത്രയും വലിയൊരു മതിൽ അങ്ങോട്ട് വന്ന് വീഴുവാന്നൊക്കെ ആലോചിക്കാൻ തന്നെ നമുക്ക് അത് വീഴുവോന്ന് ആലോചിച്ചിട്ട് തന്നെ നമുക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം.
5 വർഷത്തിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ ഭൂമി അനുവദിക്കുന്നത്. പിന്നീടാണ് വീടെടുക്കുന്നത്. 8 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിപ്പോൾ ഈ വീട് കിട്ടുന്നത്. 2012 പ്രളയം കഴിഞ്ഞിട്ട് തന്നെ 8 വർഷമായിട്ട് നമ്മളെല്ലാവരും വാടക വീട്ടിലായിരുന്നു. വാടക വീട്ടിൽ നിന്ന് അത്രയും അടുത്ത് നമ്മൾ പഞ്ചായത്തുകാരെ എന്നും ചെന്ന് നമ്മൾ ചോദിക്കും, നമ്മുടെ ആയോ എന്ന് ചോദിച്ച് ലാസ്റ്റാണ് നമുക്ക് 2023 ഈ വീട് കിട്ടുന്നത് തന്നെ. അന്ന് ഈ പ്രളയത്തിൽ ഭൂമി നഷ്ടപ്പെട്ട സമയത്ത് നിങ്ങൾ വാടക വീട്ടിൽ മാറി എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ വാടക കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ആദ്യത്തെ 1 മാസം പഞ്ചായത്ത് തന്നു, കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ അവർ മേടിച്ച് തന്നു. പിന്നീട് നമ്മൾ എങ്ങനെയാണോ നോർമലി വാടകയ്ക്ക് നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതേ രീതിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അതാണ് അവസ്ഥ. ഇപ്പോൾ പിന്നെ തൽക്കാലത്തേക്ക് ക്യാമ്പുകളിലേക്ക് മാറുന്നില്ല, സ്ഥിരമായി ഒരു സ്ഥലം വേണമെന്നാണ് ആവശ്യം. ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരു സ്ഥലം വേണം തന്നെയാണ് ആവശ്യം. തൽക്കാലം ക്യാമ്പിലേക്ക് മാറിയിട്ട് എന്താ 1-2 ദിവസം എല്ലാവരും വന്ന് ഞങ്ങളൊന്ന് ആശ്രയിക്കൂ, എന്തെങ്കിലും ഒരു നക്കാപ്പിച്ച 10-2000 പിന്നെ നക്കാപ്പിച്ച പൈസയും തന്നിട്ട് നമ്മളെ പറഞ്ഞു വിടൂ. നിങ്ങൾ അവിടെ താമസിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തും പിടിക്കും എന്ന് പറയും. വീണ്ടും അവർ സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തുന്നത് ഇത് തന്നെയായിരിക്കും. ഇത് ഞങ്ങളെ അങ്ങോട്ട് മാറ്റി കഴിയുമ്പോൾ ഇതിൽ കുറേ മണ്ണും ചെളിയും എല്ലാം കൊണ്ടിട്ട് ഇത് നികത്തി ലെവലാക്കി നിങ്ങൾക്ക് സുരക്ഷിതമെന്ന് പറയും. അതുകൊണ്ട് ഞങ്ങൾ ക്യാമ്പിലേക്ക് മാറാനേ തീരുമാനിച്ചിട്ടില്ല. നേരത്തെ ഈ സ്ഥലം അനുവദിച്ച സമയത്ത് തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്നൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഈ സ്ഥലം വേണ്ട എന്ന് പറഞ്ഞിട്ട്. അത് മറികടന്നാണല്ലോ ഇത് അനുവദിച്ചത്. അത് അപ്പം നമ്മളോട് ഈ സ്ഥലം കാണാൻ പോലും വരാൻ അവർ വിട്ടിട്ടില്ല. അവരാദ്യം നമ്മളോട് പറഞ്ഞു, നിങ്ങളല്ല സ്ഥലം നമ്മളോട് നിങ്ങളെല്ലാവരും 5 സെൻറ്റ് സ്ഥലം പോയി കാണുക. അപ്പോൾ നമ്മളെല്ലാവരും ഏട്ടത്തിനിത്തിമാരെല്ലാം ഒരു സ്ഥലത്ത് പോയിട്ട് 5 സെൻറ്റ് സ്ഥലം കണ്ട്. അപ്പോൾ അതിന് വില കൂടിയപ്പോൾ അവർ നമ്മളോട് ചോദിച്ചാൽ എന്താ പറയുക, ഇതിൻ്റെ കൂടുതൽ പൈസ വന്നാൽ നിങ്ങൾ കൊടുക്കുമെന്ന്. പിന്നെ ക്യാമ്പിലേക്ക് മാറാൻ സ്കൂൾ ഇന്ന് 2 ദിവസത്തിന് അവധിയാണ്, അവിടെ നമ്മളെ കൊണ്ടുവിടും. നാളെ സ്കൂൾ തുറക്കുമ്പോൾ നമ്മളെ ക്യാമ്പിൽ നിന്ന് തിരിച്ച് അവരവിടെ കൊണ്ടുവിടുക, എവിടെയും കൊണ്ടുവിടില്ല. അതുകൊണ്ട് വേണ്ട, ഈ പേരും പറഞ്ഞ് നാട്ടുകാരോടൊക്കെ പീരിപ്പിക്കും. എന്നിട്ട് നമുക്കൊരു നക്കാപ്പിച്ച പൈസയും തരൂ, ചിലപ്പോൾ ഒരു 5 കിലോന് റേഷനും മേടിച്ച് തരും. അതും തന്നിട്ട് പറയൂ അവിടെയൊക്കെ സുരക്ഷിതമാണ് കേട്ടോ, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോന്ന്. ആ സുരക്ഷിതം ഞങ്ങൾക്ക് ഇനി വേണ്ടാന്നാ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ നിരന്ന സ്ഥലം ഇഷ്ടം പോലെ പോയി കണ്ടതാ. നോക്കിയതായിരുന്നു അല്ലേ, ഇതിന്റെ അപ്പുറം ചോദിച്ചേണ്ട എങ്ങനെ സ്ഥലം നോക്കിയതായിരുന്നു. അത് എടുക്കാണ്ടാണ് ഈ കുന്നുംപുറം എടുത്തിടിച്ച് നിരപ്പാക്കിയത്. ഇതിനോട് ചേർന്ന് തന്നെ നിരപ്പായ സ്ഥലങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അനുവദിക്കാതെ തങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ ഈ കുന്നിൻ പ്രദേശമാണ് വീടെടുക്കാൻ വേണ്ടി സർക്കാർ അനുവദിച്ചത്. അവിടെയാണ് ഒരു സ്വകാര്യ കമ്പനിയുടെ സഹായത്തോടു കൂടി അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ച് സർക്കാർ ഇവിടെ വീട് വെച്ച് നൽകിയത്. വീട് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. 2 വർഷമായിട്ട് ഇവർ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. പക്ഷേ 2 വർഷം കൊണ്ട് തന്നെ, അതായത് 2ാമത്തെ വർഷം മഴ ആരംഭിച്ചിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണി തുടങ്ങിക്കഴിഞ്ഞു. പലയിടങ്ങളിലും മണ്ണിടിഞ്ഞു തുടങ്ങി. ഇവിടെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ അവിടെ വലിയൊരു വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. തട്ടുപ്രദേശമായതുകൊണ്ട് തന്നെ അതിനെ തട്ടായി തിരിക്കാൻ വേണ്ടി കെട്ടിയ മതിലുകളൊക്കെ ഇടിഞ്ഞ് വീയാറായ അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇനി ക്യാമ്പുകളിലേക്ക് മാറിയിട്ട്, തൽക്കാലം ക്യാമ്പുകളിലേക്ക് മാറിയിട്ട് എന്താണ് കാര്യം, പകരം സ്ഥിരമായി നമുക്ക് താമസിക്കാൻ ഒരു വീട് അനുവദിക്കണം, അതിന് പറ്റിയ സ്ഥലം വേണം എന്നുള്ളതാണ്. സർക്കാരുമായി സംസാരിച്ചപ്പോൾ നേരത്തെ ഈ സ്ഥലം ഇവർ കണ്ടുകെട്ടാൻ സർക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പലരും പല സ്ഥലങ്ങളും കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് വലിയ തുകയാണെന്ന് പറഞ്ഞ് അത് നിഷേധിക്കുകയാണ് ചെയ്തത്. ഇത് നേരത്തെ അവർ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ മതിൽ തട്ടായി തിരിക്കാൻ വേണ്ടി കെട്ടിവെച്ച മതിലാണ്. മതിൽ ഇടിഞ്ഞ് വീഴാറായ അവസ്ഥയിലാണുള്ളത്. ഇതിൻ്റെ തൊട്ട് താഴെ, ഈ മതിലിൻ്റെ തൊട്ട് താഴെ ഒരു വീടുണ്ട്, അതിന് താഴെ മറ്റൊരു വീടുണ്ട്. അങ്ങനെ 3 തട്ടായിട്ടാണുള്ളത്. ഇവിടുന്ന് മണ്ണിടിച്ചിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ഭൂരിഭാഗം വീടുകളും നഷ്ടപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടുന്ന് മാറി നിൽക്കാൻ തങ്ങളില്ല. സ്ഥിരമായി തങ്ങൾക്ക് സുരക്ഷിതമായ ഒരു ഇടം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം, അത് അനുവദിക്കണം എന്നാണ് അവർ പറയുന്നത്. ഇവരുടെ ഭാഗത്തുള്ള മറ്റൊരു പരാതി, നേരത്തെ 2018 ഉരുൾപൊട്ടലിൽ ഭൂമി നഷ്ടപ്പെട്ടപ്പോൾ, വീടുകളില്ലാതായപ്പോൾ അന്ന് പിന്നീട് ഈ സ്ഥലം ഇവിടെ 2023 വരെ പലരും വാടക വീട്ടിലാണ് താമസിച്ചത്. അതിൽ ആദ്യ മാസം ഒരു വാടക തുക എന്ന നിലയിൽ 2000 രൂപയും കുറച്ച് റേഷൻ സാധനങ്ങളുമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള ഇത്രയും വർഷം, പിന്നീടുള്ള വർഷങ്ങളൊക്കെ അവർ സ്വന്തമായി അധ്വാനിച്ചാണ് വാടക കൊടുത്തത്. പലരും ജോലിക്ക് പോയി അതിൽ കിട്ടുന്നൊരു വിഹിതം വാടകയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടി വന്നു. പലരും ചെറിയ കൂലിപ്പണിയെടുക്കുന്ന ആളുകളാണ്. ആ കിട്ടുന്ന പൈസ വീടിൻ്റെ വാടകയ്ക്ക് വേണ്ടി വലിയൊരു തുക തന്നെ മാറ്റിവെക്കേണ്ടി വന്നു. പിന്നീട് ഒരുപാട് വർഷം കഴിഞ്ഞ് വീട് അനുവദിക്കുമ്പോൾ നമുക്ക് ലഭിച്ച വീടിന് ഇത്രയും വലിയ ഒരു ദുരന്തം ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് അനുവദിച്ചത് എന്നുള്ളതാണ് ഇവിടെ താമസിക്കുന്ന ആളുകളുടെ ഒരു പരാതി എന്ന് പറയുന്നത്.